തിരക്കാണോ? ഇതാരിത് ചിന്നുമോളോ? എന്താ വിശേഷം? എവിടെ ഉണ്ടായിരുന്നു? തയ്ക്കാൻ തരാനാണോ? തയ്ക്കാൻ തരാനായിരുന്നു. തിരക്കുണ്ടോ ചേച്ചി? ഞാൻ ദേ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന്റെ ഉടുപ്പേ ആണോ? ഒന്ന് അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവർക്ക് എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്ന്. അപ്പോ തിങ്കളാഴ്ച അത് കൊടുക്കണം. ഞാനേ 2 ചുരിദാർ അടിക്കാൻ വന്നായിരുന്നു. മോക്ക് എന്നത്തേക്കാ വേണ്ടത്? എനിക്കൊരു തിങ്കളാഴ്ച ആകുമ്പത്തേക്കും വേണോട്ടോ ചേച്ചി. എനിക്കൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടിട്ടായിരുന്നു. തിങ്കളാഴ്ചത്തേക്ക് അത് കുഴപ്പമില്ല, അത് തരാം. എനിക്ക് വലിയ തിരക്കൊന്നുമില്ല. വേറെ പണിയൊന്നുമില്ല. ഞാൻ തിങ്കളാഴ്ചത്തേക്ക് തരാം. കാണിച്ച തുണി ഒന്ന് കാണിച്ചേ നോക്കട്ടെ ചേച്ചി. എന്നാ നല്ല കളറാലോ. ത്രെഡ് വർക്ക് ഒക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല. ഇതാ മോക്ക് നന്നായിട്ട് ചേരുകയാണോ? ഇതെങ്ങനെ ചെയ്യണ്ടേ? എങ്ങനെ സ്റ്റിച്ച് ചെയ്യണ്ടേ? അത് നോക്കിയിട്ട് എന്തൊരു ഐഡിയ ഉണ്ടോ? മോള് പറഞ്ഞോ, ഞാനിതൊന്ന് എഴുതിയെടുക്കട്ടെ. മറന്നുപോയത്. ചിന്നു സൈഡ് സ്ലിറ്റ് മതി, സ്ലിറ്റഡ് മതി. സൈഡ് സ്ലിറ്റ്. പിന്നെ കൈ എന്തൊരു വേണം? എൽബോ വെച്ചാലോ? മുട്ടിന് മേളിലായിട്ട്. പിന്നെ കഴുത്ത് എങ്ങനെയാ വേണ്ടേ? സ്ക്വയർ നെക്ക് വെക്കട്ടെ? സ്ക്വയർ നെക്ക്. ശാരദ ചേച്ചിയുടെ മോളില്ലേ, ഈ കഴിഞ്ഞ പ്രാവശ്യം സ്ക്വയർ നെക്ക്, അതാ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ അത് വെക്കാം. പിന്നെ സ്ക്വയർ നെക്ക്, എൽബോ സ്ലീവ്. കയ്യിൽ ചെറിയൊരു ഹോളോ എടുക്കട്ടെ? കൈയുടെ എന്തിനായിട്ട് നല്ല രസമായിരിക്കും. വെച്ചോ. ബാക്കില് കെട്ട് വേണോ? വേണ്ടല്ലോ. വേണ്ട. ഫാഷനാ. വേണ്ട. പിന്നെ ബാക്കിൽ സിബ് വെക്കട്ടെ? ബാക്കില് അതാകുമ്പോ എളുപ്പമുണ്ടാവും. സിബ് വെക്കാം. ബാക്കില് സിബ്. ഓക്കെ. എൽബോ സ്ലീവ്, സ്ലീവില് ഹോള്, ബാക്കില് സിബ്, സ്ക്വയർ നെക്ക്. ഓക്കെ, ശരി. എൽബോ സ്ലീവ്. എത്ര രൂപ സ്റ്റിച്ചിങ് ചാർജ് ചേച്ചി? 450 രൂപ. എല്ലായിടത്തും അങ്ങനെ തന്നെയാ. ഇപ്പൊ അങ്ങനെ ലോക്കലൊന്നും ഇല്ല. ഇപ്പൊ എല്ലായിടത്തും 450 തന്നെയാ. നൂലിലൊക്കെ എല്ലാ സാധനങ്ങൾക്കും വില കൂടി. 450 രൂപ. ആയിക്കോട്ടെ. പിന്നെ എനിക്ക് തിങ്കളാഴ്ച വന്നോട്ടോ ചേച്ചി. അതാരാ പോണേ? ചിന്നുവല്ലേ ഇത്? ചേച്ചിയല്ലേ അത്? ഹലോ ചേച്ചി, തിങ്കളാഴ്ചത്തേക്ക് മറക്കരുത് കേട്ടാ. നാളെ തിങ്കളാഴ്ച തരാം, ഉറപ്പായിട്ടും തരാം. ആയിക്കോട്ടെ. പേടിക്കൊന്നും വേണ്ട. പോരെ ചേച്ചി ആരുമില്ലേ ചേച്ചി? ചേച്ചി തയ്ച്ചില്ലല്ലോ മോളെ. ഇച്ചിരി തിരക്കായിരുന്നു. ചേച്ചിയുടെ മോളുടെ കല്യാണമായിരുന്നു. ചേച്ചിയില്ലേ, എന്റെ മോളുടെ കല്യാണമായിരുന്നു. അതിന്റെ വർക്ക് തന്നേക്കുമായിരുന്നു. പിന്നെ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. അതെന്തായാലും ഏറ്റുപോയില്ലേ. മോളൊരു കാര്യം ചെയ്യാം, അടുത്ത ബുധനാഴ്ച പോരെ? ബുധനാഴ്ച ചെയ്തു വെച്ചേക്കാം. ഈ തിരക്ക് പിടിച്ച് ചെയ്യുമ്പോഴേ അതങ്ങോട്ട് എല്ലാം ശരിയാവൂല. ചിലപ്പോ മിസ്റ്റേക്ക് ഒക്കെ പറ്റും. അപ്പൊ സാവധാനം ചെയ്യുകയാണെങ്കിൽ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. എന്ത് ചെയ്യാനാ, കല്യാണക്കാരിയായി പോയില്ലേ, അതങ്ങടെ ഏറ്റുപോയി. ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളോട് പറഞ്ഞില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ബുധനാഴ്ച രാവിലെ തന്നെ പോരെ? ചെയ്തു വെച്ചേക്കാൻ ചേച്ചി, കേട്ടാ? ബുധനാഴ്ച വേറെ ബുധനാഴ്ച പോരെ? വേറെ പണിയൊന്നുമില്ല. നമ്മൾ ചെയ്തു വെച്ചേക്കാട്ടാ. ശരി. ചേച്ചി ബുധനാഴ്ചത്തേക്ക് അങ്ങനെ മറക്കല്ലേ. എനിക്ക് എന്തായാലും പോയിട്ട് വരെ ചെയ്തു വെച്ചേക്കാം. ശരി എന്നാ. ആയിക്കോട്ടെ. ചേച്ചി, ഞാനാ ചിന്നു ചേച്ചി. മോളെ ചെയ്തു വെച്ചിട്ടുണ്ട്. പോരെ. ആയിക്കോട്ടെ. ഇത് മോളെ ആ റൂമിൽ പോയിട്ട് ഒന്ന് ഇട്ട് നോക്കിയേരെ. ഇട്ടിട്ട് ഇങ്ങോട്ട് വരാം. ശരി. എന്തേലും ഓൾട്രേഷൻ ഒക്കെ ചെയ്യാലോ.
ആഹാ! എന്ത് ഭംഗിയാണ്. ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് ഈ നെക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കുംന്ന്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോ കല്യാണത്തിനൊക്കെ അങ്ങ് ചെത്താലോ. ഇതെങ്ങനെ? എന്ത് പറ്റി? ചേച്ചി ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ശോ! ഇങ്ങനെയല്ലേ പറഞ്ഞേ? അല്ല. കഴുത്തൊന്നും ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. കഴുത്ത് സ്ക്വയർ ലെക്കല്ലേ നമ്മള് പറഞ്ഞേ? ഇങ്ങനെയല്ലായിരുന്നോ ഇത് പറഞ്ഞത്? അല്ല. നോക്കട്ടെ, ചേച്ചി ഒന്ന് നോക്കിക്കേ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കുഴപ്പമില്ലേ? ഏത് അതിനകത്ത് ചെയ്തേക്കണ നോക്കട്ടെ. നോക്കിക്കേ. കഴുത്ത് ഉയ്യോ. അതെ മോളെ, ഞാനത് വെക്കാനായിട്ട് നോക്കി സ്ക്വയറിനൊക്കെ. അപ്പൊ അത് ഇതിനൊരു ഒട്ടും മാച്ചല്ല. അപ്പൊ ഇതാവുമ്പോ ഈ സ്ക്വയർ നെക്കിന്റെ ഈ ഷേപ്പ് ആവുമ്പോ നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെയ്യാം. സ്ക്വയർ വി ആവുമ്പോഴേ. അപ്പുറത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ആ ചേച്ചി ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിപ്പം മറ്റേതാവുമ്പോ മോക്ക് അത്ര വലിയ സെറ്റ് ആവില്ല. സ്ക്വയർ വി ഒക്കെ ആവുമ്പോഴേ നല്ല ഭംഗിയായിരിക്കും. അതിൽ ആ കുനിപ്പും ഷേപ്പും ഒക്കെ വരുമ്പോ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാ ചേച്ചി അത് വെച്ചത്. കൈ എങ്ങനെയല്ല പറഞ്ഞത്. കൈക്ക് എന്നാ കുഴപ്പം? കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പറഞ്ഞത് കൈ മുട്ടിന് താഴെയല്ലേ പറഞ്ഞായിരുന്നേ? മുട്ടിന് താഴെയല്ല പറഞ്ഞത്, മുട്ടിന് മുട്ടിന് താഴെ ത്രീ മേലല്ല ഫോർത്ത് പറഞ്ഞത്. ആയിട്ടല്ലേ പറഞ്ഞേ? അല്ലല്ല, അല്ലേ? നോക്കട്ടെ. നമ്മൾ എൽബോ സ്ലീവാ പറഞ്ഞത്. എൽബോ സ്ലീവ്. എൽബോ സ്ലീവ്. എൽബോ സ്ലീവ് പറഞ്ഞായിരുന്നേ. മുട്ടിന് മേളിലല്ലേ? അപ്പൊ അതുണ്ടല്ലോ മോളെ, ചേച്ചി നോക്കി കഴിഞ്ഞപ്പോ തുണി ഉണ്ടായിരുന്നേ. അപ്പൊ തുണി നമ്മളിങ്ങനെ എന്തിനാ വെറുതെ ഇങ്ങനെ വീട്ടിൽ കളയണേ? അത് പുറത്തെ വേസ്റ്റ് ആയി പോകൂലേ? അപ്പൊ അതുകൊണ്ടാ ചേച്ചി അങ്ങനെ വെച്ചത് കേട്ടാ. കുഴപ്പമില്ല, അത് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തരാം. ചേച്ചി അത് ഓൾട്രേഷൻ ചെയ്ത് തരാം. അതിപ്പോ നമുക്ക് മാറ്റാലോ. ആണോ? അതുകൊണ്ട് അത് വേണമെങ്കിൽ മാറ്റാൻ കുഴപ്പമില്ല. പിന്നെന്നാ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് പൊടിക്കൊന്ന് ഷേപ്പ് ചെയ്യണം അല്ലേ? പൊടിക്കൊന്ന് ഷേപ്പ് ചെയ്യണം. നോക്കട്ടെ. പൊടിക്കൊന്ന് ഷേപ്പ് ചെയ്യണം. എന്നാലാണ് ശരിക്കും ആ ഒരു ബോഡി ഷേപ്പ് ഒക്കെ നമുക്ക് അങ്ങോട്ട് ശരിയാവത്തുള്ളൂ. ഒരു തട്ട ചേച്ചി അത് ഓൾട്രേഷൻ ചെയ്ത് തരാം. ഒരു തട്ട മോളെ അങ്ങനെ ചെയ്ത് തരാം. ശരി മാറിട്ടോ. ശരിയാ ചേച്ചി. ചേച്ചി ഓർമ്മയാണോ? ചേച്ചി ആരാ ഇത്? ഹലോ, കേറുക. ചേച്ചി മോളോ? എന്തായിരുന്നു മോളെ? എനിക്ക് 2 ടോപ്പ് അടിച്ചു തരാവോ ചേച്ചി? ഞാനേ അടുത്ത ആഴ്ച ബാംഗ്ലൂർക്ക് പോവാ. അപ്പൊ എനിക്കൊരു 15-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്കും 2 ടോപ്പ് അടിച്ചു തരാവോ? ഇപ്പൊ ചെയ്യല്ല മോളെ. ഇപ്പൊ ഒത്തിരി ഉണ്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഒത്തിരി വർക്ക് പെൻഡിങ്ങാ. അതുകൊണ്ട് ഇപ്പൊ ചേച്ചി എടുക്കണില്ല വർക്കൊന്നും. ഇഷ്ടം പോലെ ഉണ്ട്. തീരെ വയ്യ. അല്ല, ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാ എടുക്കാതെ. നമ്മൾ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ സമയത്തിന് കിട്ടിയില്ല, അത് ബുദ്ധിമുട്ടാവൂലേ? ആണോ? അയ്യോ, ഞാൻ ഇനിയിപ്പോ എവിടെയാ കൊടുക്കുക? ഒരെണ്ണെങ്കിലും അടിച്ചു തരാൻ പറ്റുമോ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാ. വയ്യ മോളെ. അതെ, തീരെ പറ്റില്ല. മോനാണെങ്കിൽ സുഖമില്ലാണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. അതിന്റെ പുറകെയുള്ള നടപ്പാ. പിന്നെ അതുകൊണ്ട് ഇതും കൂടെ കേൾക്കാൻ വേണ്ടിട്ട് വയ്യ. അതുകൊണ്ടാ. ആണോ? ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തെ രാധാമണിയുടെ കയ്യിലൊന്ന് കൊടുത്തു നോക്ക്. അവള് ചെയ്തു തരും. ഓക്കെ, ശരിയാ. ശരി, എന്നാ കുഴപ്പമില്ല. ആയിക്കോട്ടെ. ഹലോ ചേച്ചി. മോളോ? വാ, കേറി വാ. എന്റെ വിശേഷം തയ്ക്കാനായിരുന്നു. 2 ടോപ്പ് അടിച്ചു തരാവോ ചേച്ചി? ടോപ്പ് അടിക്കാനാ? അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും മതി. ഞാൻ ബാംഗ്ലൂർക്ക് പോവാ. അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് അത്യാവശ്യമുണ്ട്. ചേച്ചി ഞാൻ ചെയ്തു തരാം. എനിക്ക് തിരക്കൊന്നുമില്ല. ആണല്ലേ? ചെയ്തു തരാം. കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും മതിയോ? എങ്ങനെയായാലും ഓക്കെ. കുഴപ്പമില്ല. ശരി, തന്നേരെ. മോളെ പോവല്ലേട്ടാ. ചേച്ചിയെ ഒരു ചെറിയ 2-3 ടോപ്പുകൾ അടിച്ചിട്ടിട്ടുണ്ട് റെഡിമെയ്ഡ്. അപ്പൊ മോളാവുമ്പോ ബാംഗ്ലൂർക്ക് പോവാണല്ലോ. ഈ ടോപ്പൊന്നും വേണ്ട. ഞാനിപ്പോ അങ്ങനെയൊന്നും റെഡിമെയ്ഡ് വാങ്ങിക്കാറില്ല. എല്ലാം നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടാ എടുക്കണേ.
അപ്പൊ അങ്ങനെ അയ്യോ മേടിക്കാറൊന്നുമില്ല. ചുമ്മാ നോക്കിയാ മതി, മോക്ക് അയ്യോ ഇഷ്ടാവും. വേണ്ട 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 ചേച്ചി, ഏ എടുക്കാറില്ല. ഓ ഒന്നുമില്ലെന്നേ, ചുമ്മാ നോക്കിയാ ഓ മതിയെന്നേ. കണ്ണീന് കാശ് കൊടുക്കൊന്നുമില്ലല്ലോ. ആണോ? ഇപ്പൊ എടുത്തോണ്ട് വരാം. നിക്കട്ടെ, ആ മോള് ഇവിടെ ഇരിക്കട്ടെ, പോവല്ലേ. എന്നാ ശരി, എന്നാ എടുത്തോണ്ട് ആ വാ. അതെ, ഇതൊന്ന് വെച്ച് നോക്കിക്കേ. ഇതേ ആ ആ നോക്കട്ടെ. എങ്ങനെയുണ്ട് നോക്കിക്കേ. ഇത് ഹായ്, എന്ത് ഭംഗിയാ കാണാൻ. ഉഫ്, ഏ എന്നെ ചേച്ചി, ഇത് സമ്മതിക്കണം. ഞാൻ കഴിഞ്ഞ ഏ പ്രാവശ്യം തയ്ക്കാൻ തന്നതിന്റെ ബാലൻസ് തുണിയല്ലേ ഇത്? ഏ അപ്പൊ ചേച്ചി തികഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഇതോ തുണിയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഏ ആ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നതല്ലേ? ഇത് മോളുടെ തുണിയൊന്നുമല്ല. ഇത് അപ്പുറത്തെ ശാരദാച്ചിയുടെ മോള് ഇതോ? കഴിഞ്ഞ ദിവസം തയ്ക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാ. അതിന്റെ ഈ ചെറിയ ബാലൻസ്, ചെറിയ കഷ്ണൊക്കെ കിടന്ന് അത് ചെയ്തതാ. ആണോ? അല്ല, മോളുടെ ഒന്നുമില്ല. അത് മോളുടെ ബാലൻസ് ഒന്നുമില്ലായിരുന്നു. ഉം. ആ, ഉം. അയ്യോ ഇപ്പൊ ഓ പണിയാവും. ശരി ശരി, എനിക്കൊന്നും വേണ്ട. ഞാനേ തന്നത് ചേച്ചി 15-ാം തീയതി ഒക്കെ ശരി ആകുമ്പോഴത്തേക്കും ഒന്ന് ശരി. തയ്ച്ചു വെച്ചേരെ. ചെയ്ത് വെച്ചേക്കാം. ശരി. കഷ്ടം.